അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുകൾ പ്രതിപാദിക്കുന്ന മങ്കൂസ് മൗലൂദിനെയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വരിയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഏകദേശം 3 ഹിക്കായത്തും അതിൻ്റെ ഇടയിലുള്ള ബൈത്തുകളുമൊക്കെ നമ്മൾ പഠിക്കുകയും അടുത്ത 4-ാമത്തെ ഹിക്കായത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുകൾ പാടുന്നതിലൂടെ അല്ലാഹു തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം സഫലീകരിക്കുകയും ജീവിതം ഖൈറിലും ബറക്കത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വബാരിക് അലൈഹി. ഖാല ഇബ്നു ഇസ്ഹാഖ് ലമ്മാ കാന യൗമു സാബിഉ ദബഹ അൻഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് 7-ാം ദിവസമായപ്പോൾ നബിയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി അഖീഖ അറുത്തു കൊടുത്തു. വഖാമ ബി അംരിഹി കമാ യജിബു വദഅ ഖുറൈശ വഅതഅമഹും വഅക്രമഹും. വേണ്ടതുപോലെ അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുകയും ഖുറൈശികളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്തു. ഫലമ്മാ അകലു ഖാലു യാ അബ്ദുൽ മുത്തലിബ്. അവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ ചോദിച്ചു, അല്ലയോ അബ്ദുൽ മുത്തലിബ്, മാ സമ്മൈത ബിനക, ഈ മകന് താങ്കൾ എന്താണ് പേരിട്ടിരിക്കുന്നത്? ഖാല സമ്മൈതുഹു മുഹമ്മദാ. അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ അവന് മുഹമ്മദ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഫഖാലു ഖദ് റഗബ്ത അൻ അസ്മാഇ ആബാഇക്. അവർ പറഞ്ഞു, താങ്കൾ താങ്കളുടെ പിതാക്കന്മാരുടെ പേരുകളെ വിട്ടുകളഞ്ഞല്ലോ. പാരമ്പര്യമായി ഇട്ടുപോരുന്ന പേരുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പേരാണല്ലോ ഈ ഇട്ടിരിക്കുന്നത്. എന്താണ് കാരണം? ഖാല അറദ്തു അൻ യഹ്മിദഹു മൻ അലൽ ഖുബ്റാ. അദ്ദേഹം മറുപടി പറഞ്ഞു, ഭൂമിയിലുള്ള സകലരും അവനെ പ്രശംസിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെട്ടവനെന്നാണ്. ഓരോ തവണ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുമ്പോഴും ആ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് പേരിട്ടിരിക്കുന്നത്. അടുത്തൊരു ചെറിയ ബൈത്താണ്. മുഹമ്മദൻ സമ്മൗ നബിയിൽ ഹുദാ വഹുവ ഹഖുൻ നാസി ബിൽ ഹംദി സല്ല അലൈഹില്ലാഹു മാ ശറഖാത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി. മുഹമ്മദൻ സമ്മൗ നബിയിൽ ഹുദാ വഹുവ ഹഖുൻ നാസി ബിൽ ഹംദി. സന്മാർഗത്തിൻ്റെ പ്രവാചകനെ അവർ മുഹമ്മദ് എന്ന് വിളിച്ചു. എന്നാൽ ജനങ്ങളിൽ വെച്ച് പ്രശംസയ്ക്ക് ഏറ്റവും അർഹനായവനും അവിടുന്ന് തന്നെയാണ്. സ്വല്ലല്ലാഹു അലൈഹില്ലാഹു മാ ശറഖാത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി. ആ മംഗളകരമായ നക്ഷത്രത്തിലെ പൂർവാന്ന സൂര്യൻ ഉദിച്ചുയരുന്ന കാലത്തോളം അള്ളാഹു അവിടത്തെ മേൽ സ്വലാത്ത് ചൊരിയട്ടെ. ഫലമ്മാ കാന വഖതു ളുഹൂരി അശ്റാരിഹി വൈശ്റാഖ്. അങ്ങനെ അവിടുത്തെ രഹസ്യങ്ങളുടെ വെളിപ്പെടലിൻ്റെയും പ്രകാശത്തിൻ്റെയും സമയം വന്നപ്പോൾ വബൈനമാ ആമിന റളിയല്ലാഹു തആല അൻഹാ ഫീ ബൈതിഹാ വഹീദത്തുൻ മുസ്തഅനിസത്തുൻ ബിബറകാതി വഹിയ ഫരീദ. ആമിന റളിയല്ലാഹു തആല അൻഹാ സ്വന്തം വീട്ടിൽ അവിടുത്തെ കുഞ്ഞു മകനെയും കൊണ്ട്, ഗർഭസ്ഥ ശിശുവിനെയും കൊണ്ട്, ബറക്കത്ത് കൊണ്ട് സന്തോഷിച്ച് ഏകയായി ഇരിക്കവേ വലം തശുറില്ലാ വഖദ് അശ്റഖ ഫീ ബൈതിഹൻ നൂർ. പെട്ടെന്ന് തൻ്റെ വീട്ടിനുള്ളിൽ ഒരു ദിവ്യപ്രകാശം ഉദിച്ചുയരുന്നത് അവർ കണ്ടു. വഅമ്മഹൽ ഫറഹു വസ്സുറൂർ. സന്തോഷവും ആനന്ദവും അവരെ ആകെ പൊതിഞ്ഞു. വഅഖ്ബലത്തിൽ മലായികത്തു വൽ ഹൂർ. മലക്കുകളും സ്വർഗീയ ഹൂർലീങ്ങളുമൊക്കെ അങ്ങോട്ട് വന്നെടുത്തു. വഹഫ ഉജ്റതഹ അൻവാഉ തുയൂർ. വിവിധ തരത്തിലുള്ള പക്ഷികൾ അവരുടെ മുറിയെ ചുറ്റും പൊതിഞ്ഞു. വഹിയ തസ്മഉ ലിസ്തിഹാമി വഹ്തിഫാലി ബിഖുദൂമിൽ ഹബീബി അംസാ. പ്രിയപ്പെട്ട പ്രവാചകൻ്റെ വരവ് ആഘോഷിക്കാനും
തിക്കിത്തിരക്കാനുമായി അവർ നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങളും ഗുണപരമായ ഉപദേശങ്ങളും ആമിന ബീവി കേട്ടുകൊണ്ടിരുന്നു. വകൈഫല വസയ്യിദുൽ ആലമീന ഫീ ബൈത്തിഹാ അംസാ, അത് എങ്ങനെ ഉണ്ടാകാതിരിക്കും, ലോകത്തിൻ്റെ മുഴുവൻ നേതാവായ പ്രവാചകൻ അവരുടെ വീട്ടിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അടുത്ത ബൈത്തുകളാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം, സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. ഇരുലോകത്തിൻ്റെയും നേതാവും പ്രകാശപീഠവുമായ പ്രവാചകന്റെ മേൽ ലോകരക്ഷിതാവായ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി, അങ്ങ് വസിക്കുന്ന ഒരു വീട് വിളക്കുകളുടെ പ്രകാശത്തിലേക്ക് യാതൊരു ആവശ്യമുള്ളതല്ല, കാരണം അങ്ങയുടെ സാന്നിധ്യം തന്നെയാണ് അത്രമേൽ പ്രകാശം നൽകുന്നത്. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി, ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി, വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസു ബിൽ ഹുജജി. മനുഷ്യരെല്ലാം പ്രളയദിനത്തിൽ, അതായത് ഖിയാമത്ത് നാളിൽ തങ്ങളുടെ തെളിവുകളുമായി വരുമ്പോൾ അങ്ങയുടെ പ്രകാശം ചൊരിയുന്ന തിരുമുഖം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തെളിവ്, അഭയം. വമരീളൻ അന്ത സായിറുഹു ഖദ് അതാഉല്ലാഹു ബിൽ ഫറജി, അങ്ങ് സന്ദർശിച്ച രോഗി ഏതാണോ ആ രോഗിക്ക് അള്ളാഹു പെട്ടെന്ന് തന്നെ ആശ്വാസവും രോഗശമനവും നൽകിയിരിക്കുന്നു. ഫസമൻ ഖദ് കുന്ത ബിഗിയതഹു വസമാ ഫീ അർഫഇ ദറജി, അങ്ങയെ കണ്ടെത്തലും അങ്ങയുടെ സംതൃപ്തിയുമാണോ ആരുടെ ആഗ്രഹം, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ പദവികളിൽ ഏറ്റവും ഉയർന്ന ഉന്നതിയിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു. ബാദിലൗ ഫിൽ ഹുബ്ബി മുഹ്ജതഹു സമിഹം ബിറൂഹി വൽ മുഹജി, അങ്ങയോടുള്ള സ്നേഹത്തിൽ തങ്ങളുടെ ജീവനും ആത്മാവും മനസാക്ഷിയോടെ അർപ്പിക്കാനും ത്യജിക്കാനും തയ്യാറായവരാണ് അവര്. കരീമൽ ജൂദി റാഹതഹു ഫകഫൈതൽ ബഹ്റ വല്ലുജജി, ഉദാരമനസ്കനും വിശാലനുമായ കരുണയുള്ളവനുമായ പ്രവാചകരെ, അങ്ങയുടെ ഉദാരത സമുദ്രത്തിനും അതിൻ്റെ ആഴക്കടലുകൾക്കും മുകളിലാണ്, അതിനേക്കാൾ വിശാലമായതാണ്. അന്ത മുൻജീനാ മിനൽ ഹുറഖി മിൻ ലഹീബിൻ നാരി വല്ലജജി, നരകാഗ്നിയുടെ കൊടും ചൂടിൽ നിന്നും അതിൻ്റെ ആളിക്കത്തുന്ന ജ്വാലകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നവൻ അവിടുന്നാണ്. റബ്ബുനാ മാ ഹീല യംനഉന മിൻ ദുറൂഫി ദംഇ വൽ അജജി, ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു തരുന്ന അവിടുത്തെ ശഫാഅത്ത് ശുപാർശ കണ്ണീരൊഴുക്കുന്നതിൽ നിന്നും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ തടയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഹുബ്ബുക്കും ഫീ ഖൽബിനാ മഹ്ബു മിർ റഈനി ദംബി വൽ ഹറജി, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലെ പാപക്കറകളെയും വീഴ്ചകളെയും സങ്കടങ്ങളെയും കഴുകിക്കളയുന്നതാണ്. സബ്ബുക്കും വല്ലാഹി ലം യഖിബ് ലികമാലിൽ ഹുസ്നി വൽ ബഹജി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, അങ്ങയോട് കടുത്ത പ്രണയവും സ്നേഹവും ഉള്ളവർ ഒരിക്കലും നിരാശരാവില്ല. അങ്ങയുടെ അത്യുന്നതമായ ഭംഗിയും പ്രകാശവും സൗന്ദര്യവും കാരണം ഇന്നനാ നർജൂ ലിസാഫിഇന ലിസ്വലാഹിദ്ദീനി വന്നഹജി, ഞങ്ങളുടെ മധ്യസ്ഥനും ശുപാർശകനുമായ അങ്ങയിൽ ഞങ്ങളുടെ ദീനിൻ്റെയും ജീവിതമാർഗത്തിൻ്റെയും നന്മയ്ക്കായി ഞങ്ങൾ പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു.
وهو نجانا من البلوى طيبه في العالم الأرجي. പ്രപഞ്ചത്തിലാകെ സുഗന്ധം പരത്തുന്ന അവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കരകയറ്റിയത്. റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ളി റൂഹി വൽ ഖറജി. എൻ്റെ റബ്ബേ, ഞങ്ങളുടെ ആത്മാവ് പിരിയുന്നതിനും മരണത്തിനും സങ്കടങ്ങൾക്കും മുമ്പായി അവിടുത്തെ സന്ദർശനം അഥവാ മദീന സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നീ നൽകണമേ. സല്ലി യാ റബ്ബി അലൽ ഹാദി ലിസബീലിൽ ഹാഖി വൽ ഫറജി. സത്യമാർഗത്തിലേക്കും ആശ്വാസത്തിലേക്കും വഴികാട്ടിയായ ആ പ്രവാചകൻ്റെ മേൽ എൻ്റെ രക്ഷിതാവേ നീ സ്വലാത്ത് അനുഗ്രഹം ചൊരിയണമേ. വളരെ മഹത്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുകഴ്ത്തിക്കൊണ്ടുള്ള വളരെ മനോഹരമായ വരികളാണ് ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം കൊണ്ട് ലോകം അനുഭവിക്കുന്ന നന്മകളെയും സുഗന്ധത്തെയും കവി ഇവിടെ സ്മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് മദീനയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സന്ദർശിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അള്ളാഹുവിനോട് ഇരക്കുകയാണ് ഇവിടെ. മൗലിദ് ആഘോഷത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ചരിത്രപരമായ ഒരു സംഭവത്തിന് തുടക്കമിടുകയാണ്. അലി ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തിയിരുന്ന മൗലിദ് സദ്യയെക്കുറിച്ച് അമുസ്ലിമായ അയൽവാസി സംശയം ചോദിക്കുന്നതും മറ്റുമൊക്കെയാണ് അടുത്ത ഹിക്കായത്തിൽ കൂടി നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സന്ദർശിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സുകൾ അടുത്ത വീഡിയോകൾ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.